നമസ്കാരം. ചിലർക്ക് ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും. അവർ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുകയും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ നേരെ മറിച്ച് മറ്റ് ചിലർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ലാതെ പോകാനും സാധ്യതയുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അതെനിക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആ വിജയം എനിക്ക് എന്തുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. ഒന്നിച്ചു പഠിച്ച പലരും ഉന്നത നിലയിലെത്തുമ്പോൾ ചിലർക്ക് അത് സാധ്യമാകാതെ പോകുന്നതും ഇതേ ഭാഗ്യദോഷം കൊണ്ടാകാം. പഠിക്കാൻ അത്ര മിടുക്കരല്ലാത്തവരും ഭാഗ്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ചിലപ്പോൾ സൗഹൃദ വലയത്തിൽ അത്തരം ഒരാളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പരിചയത്തിൽ അത്തരം ഒരാളുണ്ടാകാം. ഭാഗ്യം കൊണ്ട് വലിയ വലിയ നിലകളിലെത്തിയ ആളുകൾ, അല്ലെങ്കിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ നേടിയെടുത്ത ആളുകൾ. ഭാഗ്യദോഷം തീർക്കാൻ പല വഴികളും നാം തേടാറുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ പരിഹാരമായി പലരും ചെയ്യാറുമുണ്ട്. ഇത്തരത്തിൽ ദൗർഭാഗ്യം നീങ്ങി സൗഭാഗ്യം കൈവരാൻ വേണ്ടി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. വീട്ടിലെയും ഓഫീസിലെയും ഒക്കെ നെഗറ്റീവ് എനർജി നീക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഉപ്പ് നല്ലതാണ്. അതായത് കല്ലുപ്പാണ് ഇതിന് നല്ലത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയുന്നത്. കല്ലുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറച്ച് കല്ലുപ്പ് നിങ്ങളുടെ മുറിയുടെ കിഴക്കേ മൂലയിൽ വെക്കുന്നതിലൂടെ ആ മുറിയിലെ നെഗറ്റീവ് എനർജി നീക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉപ്പ് ഒരു പാത്രത്തിലാക്കി വെക്കുക. ഒരു ഗ്ലാസ് ബൗൾ ആണെങ്കിൽ വളരെ നല്ലത്. ഈ ഉപ്പ് അലിഞ്ഞു തുടങ്ങിയാൽ എടുത്തു കളയുകയും പുതിയത് അതേ സ്ഥലത്ത് വീണ്ടും നിറയ്ക്കുകയും വേണം. ഇത് നിങ്ങളുടെ റൂമിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ ഏറെ സഹായിക്കും. അതുപോലെ തന്നെ ചന്ദനത്തിരിയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ മുറിയിലും വീട്ടിലും പുകയ്ക്കുന്നത് ദൗർഭാഗ്യത്തെ അകറ്റും എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ വിളക്ക് കത്തിക്കുമ്പോൾ ചന്ദനത്തിരി കത്തിച്ചു വെക്കാറുണ്ട്, വീട്ടിൽ സാമ്പ്രാണിത്തിരികൾ കത്തിച്ചു വെക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ വീട്ടിലെ, അല്ലെങ്കിൽ നമ്മളോട് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 1, 3, 5, 7 എന്നിങ്ങനെ വരുന്ന സംഖ്യയിൽ ചന്ദനത്തിരികൾ കത്തിക്കുന്നത് ദൗർഭാഗ്യം നീക്കാൻ മാത്രമല്ല, ഐശ്വര്യമുണ്ടാകാനും നല്ലതാണ്. ഒന്നില്ലെങ്കിൽ 1 കത്തിക്കുക, അല്ലെങ്കിൽ 3 ചന്ദനത്തിരി കത്തിക്കുക, അതുമല്ലെങ്കിൽ 5 എണ്ണം കത്തിക്കുക, അതുമല്ലെങ്കിൽ 7 എണ്ണം കത്തിക്കുക. ചരടിൽ കോർത്ത് താക്കോൽ കയ്യിൽ വയ്ക്കുന്നത് ദൗർഭാഗ്യം അകറ്റുമെന്നും 3 താക്കോൽ ഒന്നിച്ച് സൂക്ഷിക്കുന്നതിലൂടെ ധനം, ആരോഗ്യം, പ്രണയം എന്നിങ്ങനെ 3 വാതിലുകൾ തുറക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിലെ അക്വേറിയത്തിൽ ഗോൾഡ് ഫിഷ് ഉണ്ടാകുന്നത് നമ്മളുടെ വീട്ടിലെ ദൗർഭാഗ്യമില്ലാതാക്കി സൗഭാഗ്യം കൊണ്ടുവരാൻ നല്ലതാണ് എന്നും ചിലർ വിശ്വസിക്കുന്നു. 8 ഗോൾഡ് ഫിഷും ഒരു കറുത്ത മത്സ്യവും കൂടി ഇതോടൊപ്പം വേണം. അങ്ങനെയെങ്കിൽ മനക്ലേശവും നമ്മുടെ സമ്മർദ്ദവും ഒക്കെ കുറയ്ക്കാനും ഈ അക്വേറിയത്തിലെ ഗോൾഡ് ഫിഷും കറുത്ത ഫിഷും ഉപകരിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു വിശ്വാസങ്ങളാണ്. വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ബൗളിൽ താമര നട്ടു വളർത്തുന്നതും സൗഭാഗ്യമുണ്ടാകാൻ നല്ലതാണ് എന്ന് പറയുന്നു. കുബേരമൂലയിൽ താമര വളർത്തുന്നത് വീടിന് ഐശ്വര്യം നൽകും എന്നാണ് പ്രമാണം. അതുപോലെ ഭാഗ്യദോഷത്തിന് പരിഹാരമായി രത്നങ്ങളും ധരിക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും നാളിനനുസരിച്ചുള്ള രത്നങ്ങൾ ജ്യോതിഷ പണ്ഡിതന്മാരുടെ നിർദ്ദേശാനുസരണം ധരിക്കാവുന്നതാണ്. ഭാഗ്യാധിപനായ ഗ്രഹത്തിന് ബലക്കുറവുണ്ട് എങ്കിൽ അതിനെ ബലപ്പെടുത്തുന്നത് ഭാഗ്യവർദ്ധനവ് നൽകുമെന്നാണ് പറയുന്നത്. ജാതകപ്രകാരമുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതും നിങ്ങളിലേക്ക് ഭാഗ്യം വന്നു ചേരാൻ ഉത്തമമാണ്. അങ്ങനെ നമ്മളുടെ ഭാഗ്യദോഷം നീക്കുന്നതിന് വേണ്ടി പല പല കാര്യങ്ങളാണ് പറയുന്നത്.